ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് കുമ്പളങ്ങയും ചെറുപയറും കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കുമ്പളങ്ങ എരിശ്ശേരി എന്നൊക്കെ പറയാം. 1 ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുമ്പളങ്ങ കഷ്ണങ്ങളാക്കി അതും ചേർത്ത് കൊടുക്കുക. രണ്ടും ഒന്നിച്ച് വേവിച്ചാൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് വേവിക്കാൻ വയ്ക്കാം. ഇനി 1 കപ്പ് തേങ്ങ അരച്ചെടുക്കണം. അതിലേക്ക് ഒരു 5-6 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഒരു 5-6 അല്ലി ചുവന്നുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തതിന് ശേഷം ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ 2 വിസിലടിച്ചപ്പോൾ ചെറുപയറും കുമ്പളങ്ങയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ജാറ് കഴുകിയിട്ട് ആ വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അടുപ്പത്ത് വെച്ച് ഒരു 2-3 മിനിറ്റ് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാനാണ്. ഒന്ന് തിളച്ച് വരട്ടെ. 2-3 മിനിറ്റ് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിക്കാം. രണ്ട് 3 മിനിറ്റ് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2-3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ ചെറിയുള്ളി, ഒരു 5-6 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഒന്ന് ചുമന്ന് വരട്ടെ. ചുമന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ എരിശ്ശേരി അല്ലെങ്കിൽ കുമ്പളങ്ങയും ചെറുപയറും കൊണ്ടുള്ള ഒഴിച്ചു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. താങ്ക് യു.